സമ്പത്ത് സമ്പത്ത് അത്യാവശ്യമാണ്. പക്ഷേ സമ്പത്ത് ഇല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ സമ്പത്ത് എത്ര വേണം, അതെങ്ങനെ ഉപയോഗിക്കണം, അത് എവിടെ വെച്ച് നിർത്തണം, അതായത് നമ്മൾ ചെയ്യുന്ന ചിലവുകൾ എവിടെ നിർത്തണം എന്നെല്ലാം ഒരു ബോധ്യം ഉള്ളപ്പോഴാണ് ആ സമ്പത്ത് നമ്മളെ സഹായിക്കുക. അതല്ലെങ്കിൽ സമ്പത്ത് തന്നെ നമുക്ക് ആപത്തായിട്ട് മാറും. ചില പിള്ളേരുണ്ട്, അവരുടെ കയ്യിൽ നിങ്ങളൊരു 25 ലക്ഷം രൂപ കൊടുക്കും, അവരത് മുഴുവൻ സ്പെൻഡ് ചെയ്തിട്ട് വരും. ദേ നോ ഹൗ ടു സ്പെൻഡ്. പക്ഷേ ഈ 25 ലക്ഷം ഉണ്ടാക്കാൻ ഈ കൊടുത്ത ആൾ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അവർക്കറിയില്ല. അഥവാ ഈ 25 ലക്ഷം ഉണ്ടാക്കാനുള്ള അതെങ്ങനെ ഉണ്ടാക്കും, അതിൻ്റെ പിന്നിൽ എത്ര ശ്രമങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിന് എത്ര കഠിനാധ്വാനമുണ്ട് എന്നുകൂടെ മനസ്സിലാക്കണം. പക്ഷേ ഇന്നത്തെ കാലത്തെ പിള്ളേർക്ക് മുഴുവൻ സ്മാർട്ട് വർക്കാണ് ഇഷ്ടം. ഇപ്പോൾ ഡിജിറ്റലെല്ലാം വന്നതോടെ സ്മാർട്ട് വർക്ക്. ഇപ്പം ഞാൻ തന്നെ യൂട്യൂബ് ചെയ്യുന്നുണ്ട്, അതുപോലെ എല്ലാവരും യൂട്യൂബ് ചെയ്ത് കാശുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. യൂട്യൂബ് ചെയ്ത് അത്രയും പെട്ടെന്ന് കാശുണ്ടാക്കാനൊന്നും പറ്റില്ല. ഇറ്റ് ടേക്സ് ഇറ്റ്സ് ഓൺ ടൈം. ഒരുപാട് പോളിസീസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം ഉണ്ട്. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ടൈം ഇൻ ഓർഡർ ടു മേക്ക് മണി. സോ ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. അപ്പം നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ട്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ 4 പേരോട് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് നമ്മൾ പറയാം എന്നുള്ള ഒരു ആശ കൊണ്ട് മാത്രമാണ് നമ്മൾ യൂട്യൂബ് ചെയ്യുന്നത്. കാരണം എല്ലാം നമുക്ക് ഇത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കാൻ വീട്ടിൽ പോലും പറ്റില്ല. പക്ഷെ നമ്മൾ ആ പരിധിക്കുള്ളിൽ നമ്മുടെ മനസ്സിലുള്ള തോന്നുന്നത് സംസാരിക്കാനുള്ള ഒരു പശ്ചാത്തലമാണ് യൂട്യൂബ്. ഓക്കെ, അപ്പോൾ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം, എന്തിനു വേണ്ടി യൂസ് ചെയ്യണം എന്നുള്ള ഒരു ബോധവൽക്കരണം ഉണ്ടാവണം, അല്ലെങ്കിൽ അത് നമുക്ക് ആപത്തായിട്ട് മാറും. ഓക്കെ, പിന്നെ കോടികൾ ഉള്ളപ്പോഴും കാശ് കൂടുതൽ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് പേടിയാണ്. കാരണം നമ്മൾ അതിൻ്റെ സേഫ്റ്റിക്ക് പിന്നാലെ അലഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കാശ് വന്നാൽ നമ്മുടെ മനസ്സമാധാനവും പോകും. അപ്പോൾ വേണ്ടത്ര കാശ് വേണം, കാശില്ലാതെ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. വേണ്ടത്ര കാശ് വേണം, അത് പക്വതയോടെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം.